വെൽക്കം സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സോഫ്റ്റ്വെയർ ഡിസൈൻ സ്ട്രാറ്റജീസ്. ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വീകരിക്കുന്ന സ്ട്രാറ്റജീസ് എങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് ഉണ്ട്. പല രീതിയിൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തെടുക്കാം. നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സോഫ്റ്റ്വെയർ ഡിസൈൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താ നമ്മുടെ റിക്വയർമെൻറ്റ്, കസ്റ്റമറിൽ നിന്ന് എടുത്ത സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സിനെ നമ്മളൊരു ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രോസസ്സിനാണ് സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെന്ത് ചെയ്യും? സോഫ്റ്റ്വെയർ ഡിസൈൻ എന്ത് ചെയ്യും? ഈ യൂസർ റിക്വയർമെൻറ്റ്സിനൊക്കെ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് അതിനൊരു ഒപ്റ്റിമം സൊല്യൂഷൻ, കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, നമുക്ക് കുറേ വേരിയൻസ് ഉണ്ട് സോഫ്റ്റ്വെയർ ഡിസൈൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ഡിസൈൻസ് ഉണ്ട്. അതൊക്കെയാണ് ഈ താഴെ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേർഡ് ഡിസൈൻ ആൻഡ് ഓൾസോ ഫങ്ഷണൽ ഓറിയൻറ്റഡ് ഡിസൈൻ ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ. ഈ മൂന്ന് തരത്തിലുള്ള നമുക്ക് ജസ്റ്റ് ഇപ്പോൾ നോക്കാം എന്താണ് സ്ട്രക്ചേർഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഒരു വലിയ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ സോഫ്റ്റ്വെയർ ഈസ് ഇറ്റ് സെൽഫ് എ പ്രോബ്ലം അല്ലേ? ഒരു സോഫ്റ്റ്വെയർ നമുക്കൊരു റിയൽ ടൈം ആയിട്ടുള്ളൊരു ഇഷ്യൂവിനെയാണല്ലോ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക. അപ്പോൾ ആ ഇഷ്യൂ ഒരു പ്രോബ്ലം, അതാണ് നമ്മളെ പ്രോബ്ലം. അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ഈ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ കണ്ടെത്താണ്. ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചർഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോബ്ലത്തിന് എന്ത് ചെയ്യും? ഇങ്ങനെ ഫർദർ ബ്രേക്ക് ചെയ്ത് മൊഡ്യൂൾസ് ആക്കും. ഡിവൈഡ് ആൻഡ് കോൺകർ എന്നുള്ള പരിപാടി. അതായത് വലിയൊരു പോർഷനെ നമ്മൾ കഷ്ണമാക്കി മാറ്റി ആ മൊഡ്യൂൾസിനെ നമ്മൾ സെപ്പറേറ്റ് സോൾവ് ചെയ്ത് എന്ത് ചെയ്യും? നമ്മൾ എന്നിട്ട് ലാസ്റ്റ് അത് ഫൈനൽ സൊല്യൂഷൻ എല്ലാം കൂടി സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള സൊല്യൂഷൻ കിട്ടും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇതിനൊരു കറക്റ്റായിട്ടുള്ള എന്തുണ്ടാവും? ഒരു കറക്റ്റ് സ്ട്രക്ചറും കാര്യങ്ങളും ഒരു ഹൈറാർക്കിയും സംഭവങ്ങളെല്ലാം ഉണ്ടാവും. നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും ഈ മൊഡ്യൂൾസൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് വളരെ ഈസി ആയിരിക്കും കാര്യങ്ങൾ ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഇത് വെച്ചിട്ട് കോഡ് ചെയ്യാനും ഒക്കെ. അപ്പോൾ ഈ സ്ട്രക്ചർ ഡിസൈനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് നല്ല കൊഹീഷൻ ഉണ്ടായിരിക്കണം, കുറഞ്ഞ കപ്ലിംഗ് ഉണ്ടായിരിക്കണം. കൊഹീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മൊഡ്യൂൾസിനകത്തുള്ള എലമെൻസിൻ്റെ കമ്മ്യൂണിക്കേഷനും ബൈൻഡിങ്ങും. കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾസ് തമ്മിലുള്ള ഡിപ്പെൻഡൻസിയും ബൈൻഡിങ്ങും. അപ്പോൾ കപ്ലിംഗ് കുറവായിരിക്കണം. മൊഡ്യൂൾസ് തമ്മിൽ വലിയ ഡിപ്പെൻഡൻസി ഉണ്ടാകാൻ പാടില്ല. പക്ഷേ മൊഡ്യൂൾസിനകത്തുള്ള എലമെൻറ്റ്സ് തമ്മിൽ നല്ല ബന്ധം ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് കൊഹീഷൻ കൂടുതലായിരിക്കണം. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് ലെവൽ ഓഫ് സോഫ്റ്റ്വെയർ ഡിസൈൻ വേരിയൻ്റ് എന്ന് പറയുന്നത് ഫങ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ. ഇവിടെ നേരത്തെ സ്ട്രക്ചേർഡിൽ നമ്മൾ ചെയ്തെന്താ? ഒരു എൻ്റയർ പ്രോബ്ലത്തിനെ നമ്മൾ മൊഡ്യൂൾസ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. പക്ഷേ ഈ ഫങ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈനിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു എൻ്റയർ പ്രോബ്ലത്തിനെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആയിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുക, ബ്ലോക്കാക്കി മാറ്റുക. അതായത് മറ്റിടത്ത് നമ്മൾ മൊഡ്യൂളായിട്ടാണ് തരംതിരിച്ചിരുന്നെങ്കിൽ ഇവിടെ ഫങ്ഷനായിട്ടാണ്. ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ നമ്മൾ ഫങ്ഷനായിട്ട് എടുക്കും. അങ്ങനെ ഫങ്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ ബ്ലോക്കാക്കി തിരിച്ച് ആ ഫങ്ഷൻസിനെ നമ്മൾക്ക് അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത് തുടങ്ങും. അതാണ് ഫങ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫങ്ഷൻ മൊഡ്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫങ്ഷൻ മൊഡ്യൂൾസ് അവർക്കിടയിൽ തന്നെ ഇൻഫർമേഷൻസ്, അതായത് ഡാറ്റയും ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യും. അതുപോലെ കോമൺ ആയിട്ട് കിട്ടുന്ന ഡാറ്റയും ഇൻഫർമേഷനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും. ഓക്കെ, പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫങ്ഷൻ ഇതൊരു സോഫ്റ്റ്വെയർ മീൻസ് എൻ്റയർ പ്രോഗ്രാമാണല്ലോ. അപ്പോൾ പ്രോഗ്രാമത്തിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കുറേ ഫങ്ഷൻസ് അയച്ചിട്ടാണ് സോഫ്റ്റ്വെയറിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഫങ്ഷൻസ് വഴി ഓരോ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഫങ്ഷൻ ഉണ്ടാക്കി. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോഗ്രാം ഒരു ഫങ്ഷൻ, അത് നമ്മൾ സോഫ്റ്റ്വെയർ ഒരു ഫങ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഫങ്ഷന് ചിലപ്പോൾ ഒരു കാപ്പബിലിറ്റി ഉണ്ടാവും. എന്താ കാപ്പബിലിറ്റി? ആ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ നമ്മളുണ്ടാക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് മാറ്റാനുള്ള കഴിവുണ്ടായിരിക്കും. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ ആ സ്റ്റേറ്റ് മാറ്റി വിചാരിക്കും. നമ്മൾ ഇത് ഫങ്ഷൻ വെച്ചിട്ടാണല്ലോ നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഫങ്ഷൻ്റെ അപ്രോച്ചാണല്ലോ. ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് സോഫ്റ്റ്വെയറിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡാണല്ലോ നമ്മളിപ്പോൾ ഈ ഫങ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈനിൻ്റെ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് മാറ്റി, എൻ്റയർ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് മാറ്റുമ്പോൾ അതിനകത്തുള്ള മറ്റ് ഫങ്ഷൻസിന് അത് പറ്റിക്കൊള്ളുന്നില്ല.
മനസ്സിലായോ? അപ്പോൾ നമുക്കതൊരു പ്രോബ്ലമായിട്ട് മാറും. അപ്പോൾ അവർക്കത് ആ എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഒരു സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വർക്ക് ചെയ്യണ ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിൽ നമുക്ക് ഫങ്ഷൻ ഓറിയൻറ്റഡ് പറ്റില്ല. നേരെ മറിച്ച് നമുക്കിപ്പോൾ ഇൻപുട്ട് ഡാറ്റയിലാണ് ഒരു ഫങ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല. മനസ്സിലായോ? പക്ഷേ ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് ആ ഫംഗ്ഷൻ അതിൻ്റെ സ്റ്റേറ്റ് ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് മാറ്റുന്നു. അപ്പോൾ ബാക്കിയുള്ള ഫംഗ്ഷൻസിനൊന്നും വർക്ക് ചെയ്യാൻ പറ്റാത്തതാവും. മനസ്സിലായോ? പക്ഷേ ഒരു ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഫംഗ്ഷൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്താലും അതൊരു ഡാറ്റ സ്വീകരിക്കുന്നു, അതിന് പ്രോസസ്സ് ചെയ്തെടുക്കുന്നു, ഔട്ട്പുട്ട് തരുന്നു, ദാറ്റ്സ് കഴിഞ്ഞു. പക്ഷേ സ്റ്റേറ്റ് അതിൻ്റെ ഓരോ സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നതെങ്കിൽ നടക്കില്ല. അത് ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈന് അവിടെ സാധിക്കില്ല. എന്താ ഈ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നുമില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുമ്പോൾ സമയത്ത് ഇപ്പോൾ ഒരു ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് ആ ഫംഗ്ഷൻ ജസ്റ്റ് മൊത്തം അതിലുള്ള എല്ലാ സെറ്റ്സിനെയൊക്കെ മാറ്റി മറിച്ച് അതിൻ്റെ ഫുൾ ആക്സസ് ചെയ്ത് ആ സോഫ്റ്റ്വെയറിൻ്റെ ഡിഫറെൻറ്റ് ലെവലിലേക്കൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ബാക്കിയുള്ള ഫംഗ്ഷൻസ് അതിൽ വർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. മനസ്സിലായോ? അതാണത്. ഇതിൻ്റെ ഡിസൈൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ടോ? ഡിസൈൻ പ്രോസസ്സ് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മളിപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞു, ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈൻ വർക്ക് വെൽ വേർ ദ സിസ്റ്റം സ്റ്റേറ്റ് ഡസ് നോട്ട് മാറ്റർ ആൻഡ് പ്രോഗ്രാം ബൈ ഫംഗ്ഷൻ വർക്ക് ഓൺ ഇൻപുട്ട് റാദർ ദാൻ ഓൺ എ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യാതെ ഒരു ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ഡിസൈന് കൊള്ളാം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഡിസൈൻ പ്രോസസ്സ് നോക്കുക. The whole design is seen as data flows in the system by means of data flow diagram. അതായത് ഈ സിസ്റ്റം മൊത്തം നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റ ഫ്ലോ ഡയഗ്രം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഒരു ഡാറ്റ എങ്ങനെ ഫ്ലോ ചെയ്യല്ലേ, ഡാറ്റ എല്ലാ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കുറേ ഡാറ്റ ഉണ്ടോ, ഡാറ്റ എങ്ങനെ പോകുന്നു, ഡാറ്റനെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നു, ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യണോ, ഡാറ്റനെ പല രീതിയിൽ മാറ്റം വരുത്തണോ, ഡാറ്റ ബേസിക്ക് സേവ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ ഫ്ലോ പ്രകാരം വെച്ചിട്ടാണ് നമ്മൾ ഓൾ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിൻ്റെ ഷോർട്ട് ഫോമാണ് DFD. DFD കാണിച്ചു തരും എങ്ങനെയാണ് ഓരോ ഫംഗ്ഷനും ഡാറ്റേനെയും സ്റ്റേറ്റിനെയും ഒക്കെ മാറ്റുന്നത് എന്നുള്ളത്. DFD നമുക്ക് കാണിച്ചു തരും. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു ഡിസൈൻ, ഈ ഡിസൈനിൽ നമ്മൾ എൻ്റെ സോഫ്റ്റ്വെയർ സിസ്റ്റം ഒരു പ്രോബ്ലത്തിന് നമ്മൾ കുറേ ഒബ്ജക്റ്റായിട്ടാണ് നമ്മൾ എൻറ്റിറ്റീസ് ആയിട്ട് തരുന്നതായിരിക്കും. എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്ട്സ് തന്നെ. ഒബ്ജക്റ്റൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ഒബ്ജക്റ്റും ക്ലാസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ഈ ഒബ്ജക്ട്സ് ആയിട്ടാണ് നമ്മൾ ഒരു പ്രോബ്ലത്തിൻ്റെ ഓരോ പോർഷൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് മാറ്റി വയ്ക്കുന്നത്. ഇനി താഴെ പറഞ്ഞിരിക്കുന്നത് ഒബ്ജക്റ്റ് എന്താ, ക്ലാസ് എന്താ, എൻക്യാപ്സുലേഷൻ എന്താ, ഇൻഹെറിറ്റൻസ് എന്താ, പോളിമോർഫിസം എന്താ, ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന നമ്മൾ ഊപ്പിൽ പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഒബ്ജക്റ്റ് എന്താ? ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഇവർ പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പേഴ്സൺ, ബാങ്ക്, കമ്പനി, കസ്റ്റമേഴ്സ് ആർ ട്രീറ്റഡ് ആസ് ഒബ്ജക്ട്സ്. അതായത് ഒരു ബാങ്കിങ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യമാണ് അവർ പറഞ്ഞത്. അപ്പോൾ ബാങ്ക്സ്, കമ്പനി അല്ലെങ്കിൽ ഒരു ERP ഒക്കെ ആകുമ്പോൾ അതിൽ ഓരോന്നുണ്ടോ, പേഴ്സൺസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്, അവരൊക്കെ ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യും, ഒബ്ജക്ട്സ് ആയിട്ട് വയ്ക്കും. ആ ഒബ്ജക്ട്സിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ക്ലാസ്സസ് ഉണ്ട്. ക്ലാസ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ക്ലാസ്സിനകത്ത് ഉണ്ടാകും, കുറേ ഫങ്ഷൻസ് ഉണ്ടാകും, വേരിയബിൾസ് ഉണ്ടാകും, കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻ്റ് ആണ് എന്ത് വരുന്നത്, ഒബ്ജക്റ്റ് വരുന്നത്. ഓക്കെ. ആ ക്ലാസ്സിൻ്റെ ഒരു കോപ്പിയാണ് ശരിക്കും എന്ത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ആ ക്ലാസ്സിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരു ക്ലാസ്സിനകത്ത് കുറേ വേരിയബിളും സാധനങ്ങളൊക്കെ ഉണ്ട്. അത് തന്നെ നമുക്കിപ്പോൾ ആ ക്ലാസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് പേഴ്സണ് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പേഴ്സൺ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു സ്റ്റാഫ് വന്നു കഴിഞ്ഞാൽ സ്റ്റാഫിനെ എങ്ങനെ ഡീൽ ചെയ്യാന്നുള്ള കോഡ് നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കസ്റ്റമറാണ് വരുന്നതെങ്കിൽ ആ ക്ലാസ്സിൽ തന്നെ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ടായിട്ട് ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് കസ്റ്റമറിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ. പിന്നെ എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഹൈഡിങ് എന്ന് പറയും. അതായത് ഇതിന് ക്ലാസ്സിനകത്ത് കുറേ വേരിയബിൾസും മെത്തേഡ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസൊക്കെ ഉണ്ടാകും. ഇത് നന്നായിട്ട് നല്ല ക്ലബ് ചെയ്ത് അതിന് നല്ല ബന്ധം ഉണ്ടായിരിക്കും.
മാത്രമല്ല അത് പുറമേ നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കുകയും ഔട്ടർ വേൾഡിലേക്ക് ഹൈഡ് ചെയ്ത് വെക്കുകയും അതാണ് എൻകാപ്സുലേഷൻസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കും. ഊപ്പിൻ്റെ ഒരു കൺസെപ്റ്റാണത്. ഇൻഹെറിറ്റൻസ് പറഞ്ഞാൽ ഡാറ്റ റീയൂസ് ആണ്. ഡാറ്റ മീൻസ് ഡാറ്റ എന്ന് പറയാൻ പറ്റില്ല, എനിത്തിങ് ക്യാൻ ബി റീയൂസ്ഡ്. മൊഡ്യൂൾസ് റീയൂസിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് പറയുന്നത്. അത് നമുക്കറിയാലോ, മറ്റേ ക്ലാസ് ഇൻഹെറിറ്റൻസ്, ഒരു ക്ലാസ്സിൻ്റെ സ്വഭാവം മറ്റേ ക്ലാസ്സിൽ കിട്ടുന്നത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് എൻകാപ്സുലേഷൻസിൽ വരുന്നത്. പിന്നെ എൻകാപ്സുലേഷൻ അല്ല, ഇൻഹെറിറ്റൻസിൽ വരുന്നത്. പിന്നെ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്ക് ആൾമാറാട്ടം എന്നൊക്കെ പറയാം. ആൾമാറാട്ടം എന്താ പറയാൻ കാരണം, നമ്മൾ ഒരു പേരിലുള്ള ഫംഗ്ഷൻ തന്നെ ഡിഫറെൻറ്റ് കാര്യങ്ങൾ ചെയ്യും. അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്ററിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടും ടൈപ്പിനനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വിചാരിക്കണോ. അതിനാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൻ്റെ എത്ര ആർഗ്യുമെൻറ്റ്സ് നമ്മൾ പാസ് ചെയ്യണതിനനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫംഗ്ഷനകത്തുള്ള ഡിഫറെൻറ്റ് പോർഷൻസ് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പോർഷൻസ് ഓഫ് കോഡ്സ് പ്രോഗ്രാമിലനുസരിച്ചുള്ള ഇതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് പോളിമോർഫിസം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിലെങ്ങനെ അടുത്തത് സോഫ്റ്റ്വെയർ ഡിസൈൻ അപ്രോച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അതിൽ ടോപ്പ് ഡൗൺ ഡിസൈനുണ്ട്, ബോട്ടം അപ്പ് ഡിസൈനുണ്ട്. ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുവരെ കേട്ട് പരിചയിച്ച കാര്യം തന്നെ, ഒരു വലിയ പ്രോബ്ലത്തിനെ കുറേ മൊഡ്യൂൾസായി നമ്മൾ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് അതിനെ ഫർദർ ഡിവൈഡ് ചെയ്ത് നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിലെത്തില്ല, ഫർദർ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലെത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളതിനെ ഡിസൈൻ ചെയ്ത് അവിടുന്ന് കോഡ് ചെയ്ത് കൊടുന്ന് എല്ലാത്തിനെയും ലാസ്റ്റ് ഒരു ഫൈനൽ സൊല്യൂഷൻ എത്തും. അങ്ങനെയാണ് സെപ്പറേറ്റ് കോഡ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള കാര്യം തന്നെ. അതിനെയാണ് ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു സ്ക്രാച്ചിൽ നിന്ന് ഒട്ടും ഒരു കോഡൊന്നും നമ്മൾ കയ്യിലില്ല, നമ്മൾ ഫ്രഷ് ആയിട്ടൊരു പ്രൊജക്റ്റ് തുടങ്ങുകയാണ്. അങ്ങനത്തെ സമയത്തൊക്കെ ഈ ടോപ്പ് ഡൗൺ ഡിസൈനാണ് നമുക്ക് ബെസ്റ്റ്. ഇനി ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഓൾറെഡി കുറച്ച് കമ്പോണൻസും ഫങ്ഷൻസും മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്കൊരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കയ്യിലുള്ള കമ്പോണൻസൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഒരു ഹയർ ലെവൽ സൊല്യൂഷൻ എത്തും. എന്നിട്ട് പിന്നെയും നമുക്ക് ഫൈനൽ സൊല്യൂഷൻ എത്തില്ല. പിന്നെ ഇങ്ങനെ കമ്പോണൻസ് കയ്യിലുള്ള ഓൾറെഡി എക്സിസ്റ്റിംഗ് മൊഡ്യൂൾസ് നമ്മൾ ക്ലബ് ചെയ്ത് ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്തുന്ന രീതിയാണ് ബോട്ടം അപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോഫ്റ്റ്വെയർ അനാലിസിസ് ആൻഡ് ഡിസൈൻ ടൂൾസ് എന്നുള്ള ടോപ്പിക്കാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇത് ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ മൊഡ്യൂളിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ സോഫ്റ്റ്വെയർ അനാലിസിസും ഡിസൈൻ എന്ന് പറയുന്നത് എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട്. അതായത് കസ്റ്റമറുടെ നിന്ന് നമ്മൾ റിക്വയർമെൻറ്റ്സ് സ്വീകരിച്ച് അത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, അതുപോലെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ കോഡേഴ്സിന് കൊടുക്കുന്ന ലെവൽ വരെ എത്തി നിൽക്കുന്നതാണ് ഈ സ്റ്റെപ്സ്. അപ്പോൾ ഇതിൽ മിക്കതും എന്തായിരിക്കും, നമ്മൾ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എങ്ങനെ കോഡിങ്ങിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഡോക്യുമെൻറ്റ്സ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. ഈ റിക്വയർമെൻറ്റ് അനാലിസിസും കാര്യങ്ങളും എല്ലാം ഹ്യൂമൻ റീഡബിൾ കാര്യങ്ങളാണ്. എന്നിട്ട് പിന്നെ ഫൈനലാണ് നമ്മൾ കോഡിലേക്ക് അത് മാറ്റുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഡിഫറെൻറ്റ് അനാലിസിസും കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ ഡിസൈനേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ കുറച്ചും കൂടി ഒന്ന് ഡോക്യുമെൻറ്റ് ചെയ്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്നാണ് ഡാറ്റ ഫ്ലോ ഡയഗ്രം. ഡാറ്റ ഫ്ലോ ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു സിസ്റ്റത്തിനകത്ത് ഡാറ്റയുടെ ആക്ച്വൽ ഫ്ലോനെ ജസ്റ്റ് കാണിക്കുന്നു. സ്റ്റോർഡ് ഡാറ്റേനെയും ഔട്ട് ഗോയിങ് ഡാറ്റ ഫ്ലോനെയും ഇൻകമിങ് ഡാറ്റ ഫ്ലോനെയും ഒക്കെ എന്ത് ചെയ്യുന്നു, കാണിക്കുന്നതാണ് ഡാറ്റ ഫ്ലോ ഡയഗ്രം എന്ന് പറയുന്നത്. അതായത് ഈ ഡാറ്റേനൊക്കെ ജസ്റ്റ് കാണിക്കുന്നതുള്ളൂ. ഓക്കെ, പക്ഷേ ഈ ഡാറ്റ ഫ്ലോ ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, ഈ പ്രോഗ്രാമിൻസിനകത്തുള്ള കൺട്രോൾസോ കാര്യങ്ങളോ ഒന്നുമല്ല. അതായത് ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും ചിലപ്പോൾ. ഫ്ലോ ചാർട്ട് പറഞ്ഞാൽ അതാണ്, ഒരു പ്രോഗ്രാമത്തിനകത്ത് ബ്രാഞ്ചസ് കാര്യങ്ങൾ, ഒരു സ്ഥലത്ത് നിന്ന് എങ്ങോട്ട് പോകണം, അവിടുന്ന് എന്തൊക്കെ അതിന് മാറ്റങ്ങൾ വരുത്തണം, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഫ്ലോ ചാർട്ട്. പക്ഷേ അതല്ല, ഡാറ്റ ഫ്ലോ ഡയഗ്രാമിൽ അത് വരുന്നില്ല. ഓരോ സ്റ്റേജിൽ എന്തൊക്കെ ഡാറ്റയാണ് അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നത്, ആ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നുണ്ടോ, ഇൻപുട്ട് എന്തൊക്കെയാണ് വരുന്നത്, ഔട്ട്പുട്ട് എന്തൊക്കെയാണ് ഓരോ സ്റ്റേജിലും, അത്തരം കാര്യങ്ങൾ മാത്രമേ വരുന്നത്. ആക്ച്വലി അതിൻ്റെ കൺട്രോൾ ഫ്ലോ കാര്യങ്ങളൊന്നും ഡാറ്റ ഫ്ലോ ഡയഗ്രത്തിൽ വരുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് DFT എന്ന് നമ്മൾ നോക്കി. ടൈപ്പ് ഓഫ് DFT, ലോജിക്കൽ DFT ഉണ്ട്, ഫിസിക്കൽ DFT ഉണ്ട്. ലോജിക്കൽ DFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എന്താ പറയുക, ടൈപ്പ് ഓഫ് DFT കോൺസെൻട്രേറ്റ്സ് ഓൺ ദ സിസ്റ്റം പ്രോസസ് ആൻഡ് ഫ്ലോ ഓഫ് ഡാറ്റ ഇൻ ദ സിസ്റ്റം.
അതായത് നമ്മളിപ്പോൾ ഒരു ബാങ്കിങ് സോഫ്റ്റ്വെയർ ഒക്കെ എടുക്കുക വിചാരിക്കുക. ഒരു ബാങ്കിന് കാര്യങ്ങൾക്ക് അറിയാലോ, പണമിടപാട് നടത്തുന്നു, അതിന് ഇത് അക്കൗണ്ടിലേക്ക് കാശ് ഇടുന്നു, അതിന് ട്രാൻസ്ഫർ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഈ ഡാറ്റ എങ്ങനെയാണ് ഓരോ എൻറ്റിറ്റീസിൻ്റെ ഇടയിലും മൂവ് ചെയ്യാം. ഇപ്പോൾ കസ്റ്റമർ സൈഡിൽ നിന്ന് ബാങ്കിലേക്ക് എങ്ങനെ പോകുന്നു, കസ്റ്റമറും ബാങ്കിൻ്റെ അക്കൗണ്ട് നമ്പറും ആ ഒരു സെക്ഷനിൽ നമ്മൾ 2 എൻറ്റിറ്റിയാണ്, 2 അറ്റങ്ങളാണ്. അത് തമ്മിൽ എങ്ങനെ അവിടുത്തെ ഡാറ്റ മീൻസ് നമ്മൾ ഇപ്പോൾ ക്യാഷാണ് നമ്മൾ ഡാറ്റ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ, അപ്പോൾ അവരുടെ കസ്റ്റമർ ഡാറ്റ, അത് കസ്റ്റമർ ID, ബാങ്ക് അക്കൗണ്ട് നമ്പർ, അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഡാറ്റ ഈ ഇപ്പോൾ എത്ര എമൗണ്ട് ഇടുന്നത്, അങ്ങനത്തെ ഫ്ലോ കാര്യങ്ങളെല്ലാം പറയുന്നതാണ് ഈ ലോജിക്കൽ DFT എന്ന് പറയുന്നത്. ഫിസിക്കൽ DFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കുള്ള ഇംപ്ലിമെൻറ്റേഷൻ, അതായത് ഇപ്പോൾ ഒരു നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പാണ് ഈ ലോജിക്കൽ DFT ഒക്കെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണം എങ്ങനെയൊക്കെയാണ് അത് ഇതിൻ്റെ ഫ്ലോസും കാര്യങ്ങളൊക്കെ വരികയെന്നുള്ളത്. അതാണ് ലോജിക്കൽ DFTൻ്റെ പ്രത്യേകത. ഫിസിക്കൽ DFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ്റെ ടൈമിൽ ഫൈനലി, പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കുറച്ചും കൂടി പെർഫെക്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ DFTക്കാണ് ഫിസിക്കൽ DFT എന്ന് പറയുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ ടൈമില്ല അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഈ ഡാറ്റ, അവിടെ വരുന്ന ആ ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്ന ഡാറ്റ ഫ്ലോവും കാര്യങ്ങളൊക്കെയാണ് ഈ ഫിസിക്കൽ DFTയിൽ വരുന്നത്. പിന്നെ ഇതിൽ കുറച്ച് സിമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് എന്തായാലും കാണാതെ പഠിച്ചിരിക്കണം. എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ, അതായത് ഈ ഡാറ്റ എങ്ങടെ പോകുന്നത്, ഇവിടെ നിന്നാണ് വരുന്നത്. അതായത് സോഴ്സും ഡെസ്റ്റിനേഷനും തമ്മിൽ സൂചിപ്പിക്കുന്നതാണ് എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റെക്റ്റാങ്കിൾ വെച്ചിട്ടാണ് നമ്മൾ റെക്റ്റാങ്കിളും അതിൻ്റെ പേര് എഴുതുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എൻറ്റിറ്റീസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രോസസ്സ്, അതായത് ഈ ഡാറ്റയ്ക്ക് പോയിട്ട് ഡാറ്റയിൽ കുറച്ച് പണികളൊക്കെ എടുക്കും. ഡാറ്റേനെ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യും, ഡാറ്റ മാനിപ്പുലേഷൻസ് ചെയ്യും, ചിലപ്പോൾ ചില ഡാറ്റ വന്നിട്ട് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, ഡാറ്റേൻ്റെ മേൽ കുറച്ച് പ്രോസസ്സ് നടത്തും. അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒരു സർക്കിൾ വെച്ചിട്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഡാറ്റ സ്റ്റോറേജ്, നമ്മൾ ഡാറ്റ സ്റ്റോറേജ് നിങ്ങൾക്ക് അറിയാം, ഡാറ്റേനെ എവിടെയെങ്കിലും സേവ് ചെയ്തെടുത്ത് വയ്ക്കും. അതിന് 2 പാരലൽ ലൈൻസ് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ സ്റ്റോറേജിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ആരോ മാർക്ക് വെച്ചിട്ടാണ് ഡാറ്റ ഫ്ലോനെ നമ്മൾ ചെയ്യുക. പിന്നെ ഔട്ട്പുട്ട് നിങ്ങൾ കണ്ട ഒരു സ്ക്വയറിൻ്റെ പേരിൽ എഡ്ജ് അതാക്കിയിട്ടുള്ള ഒരു ഷേപ്പിനെ വെച്ചിട്ടാണ് നമ്മൾ ഔട്ട്പുട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ഓഫ് DFT പിന്നെ ഗുഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ, ഒരു നല്ല സോഫ്റ്റ്വെയർ ഡിസൈനിൽ DFTയുടെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നാണ് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് DFTൻ്റെ ഗുണം എന്താ വെച്ചാൽ ഭയങ്കര സിമ്പിളാണ്. ഏറ്റവും പെട്ടെന്ന് പറയാൻ പറ്റുന്നത് DFT വളരെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. പിന്നെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറാണ് അത് ഫോളോ ചെയ്യുന്നത്. ഒന്ന് ഇത് കഴിഞ്ഞിട്ട് ഒന്ന് അതിന് കണക്ട് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റേജ്, അങ്ങനെയാണ് ഓരോ ഹൈറാർക്കി ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് ഹൈറാർക്കി. അപ്പോൾ ഈ എളുപ്പമുള്ളൊരു മോഡൽ, ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താ വെച്ചാൽ മനുഷ്യന്മാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റേജിൽ എന്താ നടക്കുന്നത്, അത്തരം കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും ഒരു സിസ്റ്റത്തിനെക്കുറിച്ച്, ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഒരു ഓവറോൾ ഐഡിയ കിട്ടാനും DFT വളരെയധികം സഹായകരമാണ്. അതുതന്നെയാണ് ഈ DFTയുടെ ഇമ്പോർട്ടൻസ്. അങ്ങനെ എളുപ്പം എന്ന് പറഞ്ഞാൽ എന്താ, അപ്പോൾ നമുക്ക് കോഡ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലും ആ ഗുണം കിട്ടും. നമുക്ക് ആ ഒരു സിസ്റ്റത്തിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് കോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ, ഇത്രയാണുള്ളത്. ഓക്കെ, താങ്ക് യു.